സാർ വിടവാങ്ങിയത്. വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ എല്ലാ സമയത്തും കേൾക്കുന്ന പാരായണം ചെയ്യുന്ന സൂറ അഗലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകം ഈ സമയത്ത് ഓർത്തു പോവുകയാ. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിക വദകറ സ്മ റബ്ബി. ആ റബ്ബിനെ ഓർക്കുന്നവൻ. പലപ്പോഴും നമ്മൾ മറന്നു പോവുക പ്രിയപ്പെട്ടവരെ. ആ റബ്ബിനെ കുറിച്ചൊന്ന് ഓർക്കാൻ സമയമില്ലാതെ ഞാനും നിങ്ങൾ ഇങ്ങനെ ഓടുക. എങ്ങോട്ടാ? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ദുനിയാവാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അള്ളാഹുവിനെ കുറിച്ചോ നാളെയെക്കുറിച്ചോ ചിന്തയില്ലാതെ ദുനിയാവ് എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥ. ഇവിടെ സാറ് സൂചിപ്പിച്ചൊരു വാചകം, ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ 14 തവണ ശ്വാസമെടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ ഖുർആനിൽ തഷ്കുറൂൻ എന്ന പദം 19 തവണയാണ് വന്നത്. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ. അതിൽ 14 തവണയും അള്ളാഹു പറഞ്ഞത് ലഅല്ലക്കും തഷ്കുറൂൻ എന്നാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. ഒരു മിനിറ്റിൽ 14 തവണ ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ 14 തവണയാണ് പടച്ച റബ്ബ് നമ്മളോട് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 19 തവണ തഷ്കുറൂൻ എന്ന് ചോദിച്ചപ്പോ 4 തവണ അല്ലാഹു ഖലീലമ്മാ തഷ്കുറൂൻ, കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞടുത്ത് ഉപയോഗിച്ചെന്താ അറിയോ? നിങ്ങൾക്ക് കണ്ണ്, നിങ്ങൾക്ക് കാത്, നിങ്ങൾക്ക് ഹൃദയം അവൻ നൽകിയിട്ടുണ്ട്, കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാ. നമ്മളെ കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ ഇത്. ഇവിടെ കാണിച്ചു തന്നല്ലോ മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങള്. ആ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രയാ? എനിക്കും നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാതെ നമ്മളെല്ലാം ഇത്രമേൽ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ റബ്ബിനെ കുറിച്ച് ഓർക്കാനും ആ റബ്ബിനോട് നന്ദി കാണിക്കാനും പലപ്പോഴും നമുക്ക് കാണിക്കുന്നില്ല, നമ്മളോട് കഴിയുന്നില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അദ്ദേഹം മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതത്തെ ഒരു ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ പറഞ്ഞ എന്താ? കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കടിച്ചു കയറാൻ വേണ്ടി ഒരു വന്യമൃഗം ഓടി വരികയാണ്. ആ മനുഷ്യൻ ജീവനും കൊണ്ട് ഓടുകയാണ്. ആ കാട്ടിലൂടെ ഓടുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവൻ വീഴുകയാണ്. ആ വീഴുന്ന സമയത്ത് ആ കിണറ്റിലേക്ക് തൂങ്ങിക്കിടക്കുന്ന വേരിലൊരു പിടുത്തം കിട്ടുകയാണ്. അതിലിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. വല്ലാത്തൊരാശ്വാസം. ആ മൃഗത്തിന്റെ വായിൽ അകപ്പെട്ടില്ലല്ലോ. വല്ലാത്ത സമാധാനത്തോടെ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോഴാണ് കുറച്ചു കഴിഞ്ഞ് താഴോട്ടൊന്നിറങ്ങി വിശ്രമിക്കാമെന്ന രൂപത്തിൽ താഴോട്ട് നോക്കുമ്പോൾ വലിയ വിഷസർപ്പങ്ങളാണ് താഴെയുള്ളത്. ആ മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും, ബേജാറാവും. മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ കടിച്ചു കയറാൻ നിൽക്കുന്ന വാതിൽ നിൽക്കുന്ന മൃഗം, താഴെ വലിയ വിഷസർപ്പങ്ങൾ. ആ മനുഷ്യൻ ആ വള്ളി വിടാതെ അതിൽ പിടിച്ചു നിൽക്കുകയാണ്. പിന്നെ അവൻ നോക്കുന്നത് ഞാൻ പിടിച്ചിട്ടുള്ള വള്ളി എത്രമാത്രം ഉറപ്പുണ്ട് എന്നുള്ളതാ. നോക്കുമ്പോ കറുത്തതും വെളുത്തതുമായ എലികൾ ആ വേരിനെ, ആ വള്ളി അങ്ങനെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ആ മനസ്സിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് എത്രത്തോളം കൂടും പ്രിയപ്പെട്ടവരെ. ആ സമയത്താണ് ആ മനുഷ്യൻ മേലോട്ട് നോക്കുമ്പോൾ ഇനി എന്തെങ്കിലും രക്ഷക്ക് മാർഗമുണ്ടോ എന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത മരത്തിൽ നിന്ന് ഒരു തേനീച്ചക്കൂടിൽ നിന്ന് ഉറ്റു വീഴുന്ന തേൻ അദ്ദേഹത്തിന്റെ ചുണ്ടിൽ വീഴുന്നത്. ആ തേൻ നുകരെയാണ് മനുഷ്യൻ പിന്നെ വായ കാട്ടിക്കൊടുക്കുക. വാ തുറന്നിട്ട് ആ തേൻ നുകരെയാണ്. ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ നിങ്ങൾ എന്താ പറയാ? ഒരു വലിയ വിഡ്ഢി എന്നല്ലേ? മുമ്പിൽ കടിച്ചു കയറുന്ന ഒരു മൃഗത്തെ മറന്നുകൊണ്ട്, താഴെയുള്ള വിഷസർപ്പങ്ങളെ മറന്നുകൊണ്ട്, താൻ പിടിച്ച വള്ളി ഏത് സമയത്തും മറ്റുപോകുമെന്നതിനെ മറന്നുകൊണ്ട് തേൻ തുള്ളി നുകരുന്ന മനുഷ്യനെ കുറിച്ച് ഞാനും നിങ്ങളും പമ്പൽ വിഡ്ഢി എന്ന് പറയുമെങ്കിൽ നമ്മളെ കുറിച്ചല്ലേ വിശുദ്ധ ഖുർആൻ സൂറ ആദിയാത്തിൽ പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന്. മനുഷ്യ നീ നന്ദി കെട്ടവൻ എന്ന് പറഞ്ഞ നമ്മളെ കുറിച്ചല്ലേ? എന്തേ ഇമാം ഗസാലി എന്ന് പറയുന്നത്? ആ കടിച്ചു കയറാൻ വരുന്ന മൃഗണ്ടല്ലോ, എന്താ ഖുർആൻ പറഞ്ഞത്? 32-ാം അധ്യായം സൂറ സജദയിലെ 11-ാമത്തെ ആയത്ത്, വെള്ളിയാഴ്ച സുബഹിയുടെ 1-ാമത്തെ റക്അത്തിൽ ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത്, ഖുൽ യതവഫാകും മലകുൽ മൗത്തിൽ ലദീ വകില ബികും. നമ്മളെ പിടിക്കാൻ ഒരു മലക്ക് കാത്തിരിക്കുക. കടിച്ചു കീറാൻ വരുന്ന മൃഗത്തെക്കാൾ അപ്പുറത്ത് നമ്മുടെ ശരീരത്തോടൊട്ടി, നമ്മുടെ സമയം നോക്കി, നമ്മുടെ ഡേറ്റ് നോക്കി, സ്ഥലം നോക്കി, നമ്മുടെ പിറകെ നടക്കുന്ന മലക്കുൽ മൗത്തിനെ ഞാൻ നിങ്ങൾ മറന്നു പോവുക. ഒരു പേടിയില്ല നമുക്ക്.
ഈ ദുനിയാവിൽ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, നാളെയെ കുറിച്ച് ബോധ്യമില്ലാതെ, ഈ ദുനിയാവാണ് എല്ലാം, ഇത് കളറാക്കണം, വൈബാക്കണം, അടിച്ചു പൊളിക്കണം, ഇങ്ങനെ ജീവിച്ചാൽ നാളെയുടെ ആഖിറത്തിനെ കുറിച്ച് ഒരു പേടി നമുക്കില്ല. വിഷസർപ്പങ്ങളെക്കാൾ ഭയാനകമായ നരകത്തെക്കുറിച്ച് പേടിയില്ലാതെയാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമ്മൾ ആകെ പിടിച്ചു നിൽക്കുന്നത് ആയുസ് എന്ന പിടിവള്ളിയിലാണ്. ഈ പിടിവള്ളി പ്രിയപ്പെട്ടവരെ, കറുത്തതും വെളുത്തതുമായ എന്ന് പറഞ്ഞത് രാവും പകലും തീർന്നുകൊണ്ടിരിക്കുക നമ്മുടെ ആയുസ്. നമ്മളിങ്ങനെ 65-ാം വയസ്സിൽ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുക, കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുക, സ്റ്റാറ്റസ് വെക്കുക. നമ്മള് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നടന്നു പോവുകയാണ്. എൻ്റെ ആയുസ് ഇവിടെ തീർന്നു പോവുകയാണെന്നൊരു പേടി എൻ്റെ നിങ്ങൾ ജീവിതത്തിലില്ല. നമ്മൾ ഈ ദുനിയാവിനെ ആസ്വദിച്ചുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ വിഡ്ഢി എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു പറഞ്ഞത് നമ്മളെ കുറിച്ചല്ലേ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ദുനിയാവിന്റെ പിന്നാലെ പായ നമ്മള് ഇതാണ് ജീവിതത്തിന്റെ എല്ലാം എന്ന് വിചാരിക്കുക. ഇതിന് പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞു. ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു ഉമ്മയുടെ വയറ്റിലുള്ള 2 കുട്ടികൾ, ആ കുട്ടികൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അതിലൊരുത്തൻ മറ്റവനോട് പറയാ, നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരല്ലേ, എന്തൊരു സുഖാണ് ഇവിടെ. കാരണം എന്താ, ചൂടിന്റെ പ്രയാസങ്ങളില്ല, തണുപ്പിന്റെ ബുദ്ധിമുട്ടില്ല, എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വെള്ളം, ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം, ഒരു കുഴപ്പമില്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രഷറും ഇല്ല. വളരെ ഹാപ്പിയല്ലേ നമ്മള്. ഇതന്നെയാട്ടോ നമ്മുടെ ലോകം. അപ്പൊ മറ്റവൻ പറയാണ്, ചങ്ങാ ഇതൊന്നും അല്ല ലോകം, ഇനി ഒരു ലോകം വരാനുണ്ട്. ഇവിടെ നമ്മൾ പുറത്തു പോയിട്ട് ഇതിനേക്കാൾ വിശാലമായ, ഇതിനേക്കാൾ കണ്ണഞ്ചിപ്പിക്കുന്ന, ആനന്ദം നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ ലോകം വരാനുണ്ട്. അപ്പൊ മറ്റേ പറയാ, ഇതൊന്ന് പോയ അവിടുന്ന്, ഇതന്നെയാ ലോകം, ഈ ലോകത്തേക്കാൾ ഇനി വലിയ ലോകോ. അങ്ങനെ അവർ 2 പേരും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വരുമ്പോഴാണ് ഈ ലോകത്തെ കാണുന്നത്. ഈ ലോകം കാണുമ്പോൾ അവൻ പറയാ, ഉമ്മാന്റെ ഗർഭപാത്രം എത്ര ചെറുതാണ്, എത്ര ചെറുതാണ്. ഈ ദുനിയാവ് കണ്ടപ്പോഴാണ്, ഇതിന്റെ ആനന്ദങ്ങൾ അനുഭവിച്ചപ്പോഴാണ് ഇതാണ് ലോകം. അങ്ങനെ ഈ ലോകത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ഒരുത്തം വന്ന് പറയാണ്, സുഹൃത്തെ ഇതല്ല കേട്ടോ ലോകം, ഇതേക്കാൾ വിശാലമായൊരു ലോകം വരാനുണ്ട്, ഇതെത്രയോ ചെറുതാണ്, ഇതെത്രയോ ചെറുതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കമന്റ് എന്താ പ്രിയപ്പെട്ടവരെ, ഇതന്നെയാണ് ചങ്ങായി ലോകം എന്ന് പറഞ്ഞാൽ. ഇത് കിട്ടുന്ന ജീവിതം അടിച്ചു പൊളിച്ചോ, ഐസ്ക്രീം പോലെയാണ് ജീവിതം, അലിഞ്ഞു തീരും മുമ്പേ നുകർന്നെടുത്തോ എന്ന നമ്മളോട് പറയുന്നത്. ഈ ലോകത്ത് ഉള്ളത് മുഴുവനും നുകർന്നെടുക്കാൻ, അതിനെ എത്രത്തോളം ആനന്ദമാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന തിരക്കിലാണ് നമ്മള്. പ്രിയപ്പെട്ടവരെ, നാളെ ലോകത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ, സ്വർഗത്തെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോ ആകാശഭൂമികളെക്കാൾ വിശാലമായ ലോകം, ഇതിനെക്കുറിച്ച് നമ്മളെപ്പോഴേക്ക് ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ? ഉമ്മയുടെ ഗർഭപാത്രത്തെക്കാൾ ചെറുതാണ് പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവ്. അതുകൊണ്ടാ പടച്ചവൻ ഇടക്കിടക്ക് പറഞ്ഞത്, ഇത് വഞ്ചനയുടെ, നിങ്ങളെ അപകടത്തിൽപ്പെടുത്ത ലോകമാണ്, വളരെ ശ്രദ്ധിക്കണേ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ലോകത്തെ കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാവണം. നമ്മൾ പടച്ചവനെ മറക്കുക, ഡിസ്കണക്റ്റ് അല്ല, നമ്മള് ആ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഈ പരിശുദ്ധ റമദാൻ നമ്മൾ ജീവിക്കുമ്പോ ഇവിടെ കാണിച്ചല്ലോ അനുഗ്രഹങ്ങള്. പ്രിയപ്പെട്ടവരെ, 11 തറാവീഹിന്റെ രാവുകൾ കഴിഞ്ഞുപോയി. 11 രാവുകൾ എങ്ങനെ ഞാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത്? 11ാമത്തെ പകലിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഞാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത്? ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങൾ പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇബാദത്ത് എടുക്കാൻ പോയി, ജുമക്ക് പങ്കെടുക്കാൻ പോയി. ഈ വെള്ളിയാഴ്ച ഹറമിൽ കൂടണമെന്ന് വിചാരിച്ച ഈ കേരളത്തിൽ നിന്ന് ഉംറക്ക് വേണ്ടി പോയിട്ടുള്ള തീർത്ഥാടകർ വ്യാഴാഴ്ച ദിവസമാണ് തോയിഫിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ ഒരു ആക്സിഡന്റിൽ മരിച്ച വാർത്ത നമ്മൾ കേട്ടത്. ഉംറക്ക പോയത് വെള്ളിയാഴ്ച ഹറമിൽ കഴിച്ചു കൂട്ടാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അമീറടക്ക 2 പേരെ പടച്ചോൻ കൊണ്ടുപോയി. എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? എന്റെയും നിങ്ങളുടെ ജീവിതം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഏത് സമയത്തും പടച്ച റബ്ബ് നമ്മളെ കൊണ്ടുപോകും. കൊണ്ടുപോകുന്നതിന് മുമ്പ്, കൊണ്ടുപോകുമ്പോഴല്ല, ഇവിടെ കാണിച്ചല്ലോ 3 കഷ്ട തുണിയിൽ വരിഞ്ഞു മുറുകുന്നത്. നമ്മുടെ ശരീരത്തിൽ വരിഞ്ഞു മുറുകുന്ന ഒരു വസ്ത്രം ഞാൻ നിങ്ങളും ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ. ടൈറ്റായ, വല്ലാതെ ഞെരുക്കമുണ്ടാക്കുന്ന ഒരു വസ്ത്രം നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്ന നാളെ കൊണ്ടുപോകും 3 കഷ്ട തുണിയിൽ. നാഷ് എന്നാണ് മയ്യത്ത് കട്ടിലിന് കൊടുത്ത പേര്. ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, ഒരാളും ആഗ്രഹിക്കാത്തൊരു കടത്തമുണ്ട്. അതിൻ്റെ മുമ്പുള്ള ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, അള്ളാഹുവിന് ഏറെ നമ്മളെ തൃപ്തിപ്പെടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ഈ ജീവിതത്തെ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മളാണ് വിജയികൾ എന്നാണ് പറഞ്ഞ ഖദ് അഫ്ലഹ മൻ തസക്ക.
അവരാണ് വിജയികൾ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു വിജയത്തിന് വേണ്ടി പണിയെടുക്കാൻ കഴിയണം. നമ്മൾ ഈ ദുനിയാവിന്റെ പിന്നാലെ പായുമ്പോ നമുക്ക് ഇബാദത്തിന് പലപ്പോഴും നേരല്ല. പടച്ചോനെ മുമ്പിൽ ഒരു അറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറയാൻ, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ നമുക്ക് നേരല്ല. നമസ്കാരം കഴിഞ്ഞ ഓടെ നമ്മള് ഈ ഓട്ടം ഏതുവരെ ഉണ്ടാവും? 44-ാം അധ്യായം സൂറത്തു ദുഹാനിന്റെ 25 മുതൽ ആയത്തുകളൊന്ന് വായിച്ചു നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ. എന്താ അള്ളാഹു പറഞ്ഞത്? ഫറോവയെ കുറിച്ച് പറഞ്ഞിട്ടാ, ഇവിടെയെല്ലാം എന്ന് അഹങ്കരിച്ച, ഇവിടെയെല്ലാമാണ് അഹങ്കരിച്ച. ഇപ്പൊ ചില ആളുകളൊക്കെ അഹങ്കരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വിചാരിച്ച സമയത്ത് ഞങ്ങൾ ലക്ഷ്യപ്പെട്ടയിടത്തേക്ക് ആ മിസൈൽ പതിക്കുകയും അയാളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്നവരുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ 44-ാം അധ്യായം സൂറ ദുഹാനില് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, കം തറകൂ മിൻ ജന്നാത്തിൻ വഗയൂൻ, എത്ര തോട്ടങ്ങളാണ് ഇവിടെ ഇട്ടേച്ചു പോയത്, ഒന്നും കൊണ്ടുപോല പ്രിയപ്പെട്ടവരെ. ഈ അഹങ്കാരമൊക്കെ ഈ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്നാൽ തീരുന്നതേ ഉള്ളൂ. പടച്ചോൻ കൊണ്ടുപോകുമ്പോ ഒരാളും നമുക്ക് വേണ്ടി കരയാത്ത, ആരെക്കുറിച്ചായി പറയുന്നത്? ആകാശലോകത്തേക്ക് കയറി പോവാത്ത, മലായിക്കത്ത് ആമീൻ പറയാത്ത, അല്ലാഹ് സ്വീകരിക്കാത്ത കർമ്മങ്ങളാണ് എൻ്റെ നിങ്ങളതെങ്കിൽ ഈ ജീവിതം വെറുതെയാണ് പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവിൽ മരണപ്പെടുമ്പോ നമുക്ക് വേണ്ടി സങ്കടപ്പെടാൻ ഒരാളുമില്ലാത്ത, ഒരു സൽപ്രവർത്തനമില്ലാതെ ഞാൻ നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ എത്ര വലിയ സങ്കടാണത്. ഈ റമദാനിന്റെ 1-ാമത്തെ രാവിലാണ് പ്രിയപ്പെട്ട MSMന്റെ ബേഡ്പൂർ മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്, പെരുമണ്ണ സ്വദേശി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പോക്കുണ്ട്. ആ വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കുമ്പോ ആ നാട്ടുകാരും സഹപ്രവർത്തകരും സഹപാഠികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വന്നല്ലോ, ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിച്ചപ്പോ അദ്ദേഹത്തിന്റെ അവസാനത്തെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നവർ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പടച്ചറബ് ആരെങ്കിലും തീരുമാനിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വെറുതെയാക്കരുത് ഈ ജീവിതം. ഈ പരിശുദ്ധ റമദാനിൽ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇരിക്കുമ്പോ തീരുമാനിക്കുക, എന്റെ ജീവിതം അള്ളാഹു കനിഞ്ഞു നൽകിയിട്ടുള്ള ഈ റമദാൻ ഇതൊരവസരമാണ് തിരുത്താൻ. ഇത് തിരുത്താനുള്ള അവസരമാണ്. ഇനിയും നമ്മൾ ദുനിയാവിന്റെ പിന്നാലെയാണ്. ഈ ദുനിയാവിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബാങ്കിന്റെ ബാലൻസ് നോക്കിയിട്ട് അതിലേക്ക് ഡെപ്പോസിറ്റുകൾ അട്ടിവെക്കാനാണ് ഞാനും നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, ആഖിറത്തിന്റെ മീസാനെ കുറിച്ച് ചിന്തിക്കാതെ ആഖിറത്തെ തുലാസിലേക്ക് എത്രത്തോളം കനമുള്ള നന്മയാണോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന ചിന്തയില്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നഷ്ടകാരികളായിരിക്കും. മേൽപ്പത്തൂർ സാഹിബ് സൂചിപ്പിച്ച ഒരു വാചകമുണ്ടല്ലോ, ഈ ദിവസങ്ങളിൽ അള്ളാഹിന് മുമ്പിൽ തഹജ്ജുദിൽ കടന്ന് പറയാൻ നമ്മൾ എത്ര സമയം കണ്ടെത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹിന് മുമ്പിൽ തഹജ്ജുദിൽ കിടക്കാൻ. ഇന്നലെ യുദ്ധമുണ്ടായി എന്ന് പറയുമ്പോ TV ചാനലിന് മുമ്പിലും അതേപോലെ മൊബൈൽ സ്ക്രീനിന് മുമ്പിലും നമ്മളിങ്ങനെ നോക്കി, നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ വിളിച്ചു, അവരുമായി സംസാരിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറത്ത് പടച്ച റബ്ബേ, നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ഒരു റമദാനിലാണ്. മുസ്ലിം ലോകത്ത് കുവൈത്തിൽ നിന്ന് മെസ്സേജ് എന്താ? ഇന്നലെ രാത്രി തറാവീഹ് നമസ്കാരം നിർത്തിവെച്ചു എന്നാണ്, പള്ളികൾ ജമാഅത്ത് നിർത്തിവെച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ എന്ന് പറയേണ്ട സമയ. നമ്മുടെ പള്ളികൾ പൂട്ടിയിട്ടില്ല. കൊറോണ കഴിച്ച് ജീവിക്കുന്നവരാ നമ്മൾ. പടച്ചോ നമുക്ക് വീണ്ടും ഒരു അവസരം നൽകിയതാ. ഈ കിട്ടിയിട്ടുള്ള ജീവിതത്തിൽ എത്രത്തോളം നന്മകളെ സ്വായത്തമാക്കിയെടുക്കാൻ, എത്രത്തോളം നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആഖിറത്തിലേക്കുള്ള യാത്രയെ ധന്യമാക്കാൻ നമ്മളോട് കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇല്ല എങ്കിൽ നഷ്ടകാരികളായി തീരുമെന്ന വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു വാചകമുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഖുർആൻ അവിടെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചിട്ടാണ് പറയുന്നത്. ആ ഭാഗം സൂറത്തു സ്വാദിലെ 26-ാമത്തെ ആയത്ത് അള്ളാഹ് പറഞ്ഞെന്തറിയോ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അഭിസംബോധനയാണ്. അത് കേവലം ദാവൂദ് നബിയുടെ വാക്കായി കാണില്ല പ്രിയപ്പെട്ടവരെ. നമ്മോട് പഠിച്ചോ സംസാരിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? കൽപ്പനയാണ്, മുളാരി അല്ല പ്രിയപ്പെട്ടവരെ. ആ വാചകം അംബ്രാണ്. അല്ലാഹ് പറയാണ്, നിന്റെ ഇച്ഛയെ നീ പിൻപറ്റരുതേ, നിന്റെ ഇച്ഛയെ നീ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ നിന്റെ ഇച്ഛയെ നീ പിൻപറ്റിപ്പോയാൽ നിന്റെ വഴികേടിലായിരിക്കും നീ. അള്ളാഹിന്റെ മാർഗത്ത് വഴിതെറ്റിപ്പോകും. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഇന്നല്ലദീന യുളില്ലൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റുന്ന ആളുകളുണ്ടല്ലോ, ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. ഇത് വല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടാവണം പ്രിയപ്പെട്ടവരെ. ഹിസാബിനെ മറന്നിട്ടുള്ള ജീവിതമാണ്. നാളെക്കുറിച്ച് വിചാരമില്ലാതെ ജീവിതത്തെയാണ്, ഈ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് പഠിച്ചവൻ പരിചയപ്പെടുത്തിയത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പോഴും ഇഫ്താറുകളെ കുറിച്ചുള്ള ചിന്തകളും
ഇപ്പോഴും നാളെയുടെ പെരുന്നാളിന്റെ ഡ്രസ്സിനെ കുറിച്ചുള്ള ചിന്തയും ഇപ്പോഴും വരാൻ പോകുന്ന പെരുന്നാൾ കഴിഞ്ഞുള്ള കല്യാണത്തെ കുറിച്ചുള്ള ആലോചനകളുമായി നമ്മൾ നീങ്ങുമ്പോ ഈ കിട്ടിയിട്ടുള്ള ജീവിതത്തിൽ ഈ റമദാന്റെ ദിനരാത്രങ്ങളിൽ ഞാൻ എത്രത്തോളം നന്മകൾ ചെയ്തു എന്ന ചിന്തയും ആലോചനയും ഇല്ലാതെയാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നതെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, അള്ള പറഞ്ഞ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണേ, വലാ തത്തബിഇൽ ഹവാ, നിന്റെ ഇച്ഛയെ നീ പിൻപറ്റാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരമാവധി ആ റബ്ബിനോട് ഇഷ്ടം കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു നാസിയാത്തിൽ പറഞ്ഞതുപോലെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ, അല്ലേ? അള്ളാന്റെ അടുക്കൽ സ്വർഗം കിട്ടുന്ന ആർക്കാണ്? റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്നൊരു പേടി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചോ? ഒരു എക്സാമിന് അഭിമുഖീകരിക്കാൻ SLCയുടെയും +2-ന്റെയും മക്കളിപ്പോ വല്ലാതെ ബേജാറിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു പരീക്ഷാ പേപ്പറിനെയാണ് അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയല്ല, പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മുമ്പിൽ വരുമ്പോ എന്റെ അവസ്ഥ എന്ത് എന്ന പേടിയോട് കൂടിയിട്ട് അവർ വല്ലാതെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ആരാ? അല്ലാഹ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മാലിക്കുൽ മുൽക്കായ, മലിക്കുൽ ജബ്ബാറായ, എല്ലാം കാണുന്ന, എല്ലാം അറിഞ്ഞ, എല്ലാം രേഖപ്പെടുത്തി വെച്ച, ഒന്നും വിട്ടുപോയിട്ടില്ല. നമ്മൾ മറന്നത് കുറെ ഉണ്ട്, നമ്മൾ മറന്നു പോയത് കുറെ ഉണ്ട്. ഒന്നും വിട്ടുപോവാതെ നിന്റെ ജീവിതത്തിൽ ഒരു മിസ്കാൽ ദർറത്തിൻ, ഒരു അണുത്തൂക്കം ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അങ്ങനെ വിട്ടുപോകാതെ നാളെ നമുക്ക് കാണിച്ചു തരുന്ന ആ റബ്ബ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഏതാ നീ ഉപയോഗപ്പെടുത്തിയത്? ഏതാ നീ സ്വീകരിച്ചത്? നിന്റെ കണ്ണുകൊണ്ട് എന്തിനെ കാണാനാണ്? നിന്റെ നാവ് കൊണ്ട് എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് നീ സമയം കണ്ടെത്തിയത് എന്ന് നമ്മളോടൊരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഈ ഉള്ള ജീവിതത്തെ വളരെ കുറഞ്ഞ കാലമുള്ളൂ. ഇത് കുറെ ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ട. ഒരു ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയമായി തോന്നുമെന്ന് വിശുദ്ധ ഖുർആന നമ്മളെ പഠിപ്പിച്ചത് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാ, അല്ലേ? 18-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി ഇതൊക്കെ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ ജീവിതത്തിന്റെ നിസ്സാരത നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ദുനിയാവിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നത് മാറ്റി നിർത്തി ആഖിറത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോ ഒരു റിപ്പോർട്ടിലുള്ളത് വികലാംഗനായിട്ടുള്ള വൈകല്യമുള്ള ഒരാട്ടിൻകുട്ടിയെ ഇതിന് ആരുണ്ട് ഇത്ര ദിർഹമിന് വാങ്ങാൻ? ഉടനെ സ്വഹാബത്തിന്റെ കമന്റ് എന്താ? സ്വഹാബത്ത് പറഞ്ഞ എന്താ? പ്രവാചകരെ, വൈകല്യമുള്ള ഇയാളോ? ഇത്തിരി ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വാങ്ങൂല, കാരണം കണ്ടാൽ അങ്ങനെയാണ്. ഇനിയിപ്പോൾ കൂടെ വൈകല്യം കൂടി ഉണ്ട്, ഞങ്ങൾക്ക് ഇതിനെ വേണ്ട. മറ്റൊന്ന് പറഞ്ഞ ചത്ത ആടിനെയാണ്. ആർക്കാ ചത്ത ആടിനെ വേണ്ടത് എന്നാ? ഇത് വല്ലാത്തൊരു പാടല്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ എന്താ? ഈ ആട് നിങ്ങളുടെ കണ്ണിൽ എത്ര നിസ്സാരമാണോ അതിനേക്കാൾ നിസ്സാരമാണ് പടച്ചവന്റെ കണ്ണിൽ ദുനിയാവെന്ന് പറഞ്ഞാൽ. നമ്മൾ വലിയ സംഭവമായി കൊണ്ടെടുക്കണ്ടല്ലോ. എനിക്ക് അത്യാവശ്യം അൽഹംദുലില്ലാ വലിയൊരു ജോലിയുണ്ട്, അൽഹംദുലില്ലാ മക്കളൊക്കെ ഉയർന്ന പദവിയിലാണ്, അൽഹംദുലില്ലാ നല്ലൊരു വീടുണ്ട്, അൽഹംദുലില്ലാ 2-3 വാഹനങ്ങളുണ്ട്. എന്ത് നന്ദിയാ ഞാൻ നിങ്ങൾ കാണിച്ച പ്രിയപ്പെട്ടവരെ. ഇന്നിങ്ങോട്ട് പോരുമ്പോ ഒരു കാറിന്റെ ബാക്കിൽ എഴുതി വെച്ചൊരു സ്റ്റിക്കർ, ലൈൻ ശകത്തും ലഅസീദന്നകും. ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് തീരാനുള്ളതാണോ പ്രിയപ്പെട്ടവരെ? ഇത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. ആ റബ്ബിന്റെ മുമ്പിൽ എന്താണ് ഞാൻ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു പറഞ്ഞൊരു വാചകം നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കണ്ടല്ലോ. അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ? ആരായി പറയുന്നത്? കോടീശ്വരനാണോ? ആരായി പറയുന്നത്? ഈത്തപ്പന ഓലയുടെ മേൽക്കുരയുള്ള, ഈത്തപ്പന ഓലയുടെ ചുമരുള്ള, ഈത്തപ്പന ഓലയിൽ കിടന്നുറങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ എന്ന്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അത്രമേൽ റബ്ബിന്റെ മുമ്പിൽ നന്ദി കാണിച്ചപ്പോ ഞാനും നിങ്ങളും വലിയ 2 നില വീടില്ല എനിക്ക് നിങ്ങൾക്കും. മഴ പെയ്താൽ ചോരാത്ത, വെയിൽ വന്നാൽ കൊള്ളേണ്ടി വരാത്ത നല്ല പല വീടുകളും മേശയാണ്. അത്രമേൽ സൗകര്യങ്ങളുടെ വീട്ടിലല്ലേ ഞാൻ നിങ്ങൾ കിടന്നുറങ്ങുന്നത്? എത്ര വസ്ത്രങ്ങളാണ് എൻ്റെ നിങ്ങൾ വീടിൻ്റെ അലമാരകളിൽ അട്ടിയാക്കി വെച്ചിട്ടുള്ളത്?
എത്ര വാഹനങ്ങൾ നമ്മുടെ വീടിന്റെ പൂമുഖത്ത് നിരത്തിയിട്ടുള്ളത്? നമ്മളൊക്കെ വാങ്ങുന്ന ശമ്പളത്തിന്റെ കണക്കെത്രയാ? അഫല അകൂന അബ്ദൻ ശകൂറ. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചാ ഈ തന്നതിനൊക്കെ എൻ്റെ റബ്ബിന് ഞാൻ തിരിച്ച് നന്ദി എന്താ കൊടുത്തത്? എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഈ 11 ദിവസങ്ങൾ കഴിയുമ്പോൾ അള്ളാന്റെ കലാമിൽ ആയത്തുകൾ വായിക്കാൻ, ആഖിറത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ. നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് ഖുർആനെ പഠിക്കാൻ. ആഖിറത്തിന്റെ ആ ഗൗരവത്തെ കുറിച്ച് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരിക. പക്ഷെ കാണാനും കേൾക്കാനും അറിയാനും നമ്മൾക്ക് താല്പര്യമില്ല. ഖുർആൻ ഈ പരിശുദ്ധ റമദാൻ വന്നിട്ട് ഖുർആൻ ഒരു തവണ പോലും ഞാൻ വായിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല എന്ന് യാതൊരു ലജ്ജയില്ലാതെ പറഞ്ഞ ചെറുപ്പക്കാരുള്ള നാടാണ് നമ്മുടെ മലപ്പുറം. യാതൊരു പ്രയാസമില്ല. ഞാനേ എന്തായാലും ഞങ്ങൾക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരൊറ്റ തവണ പോലും ഖുർആൻ ഓതിയിട്ടില്ല. അഫല അകൂന അബ്ദൻ ശകൂറ എന്നത് നമ്മൾ പടച്ചോനെ മറന്നൊരു ജീവിതത്തിലൂടെ അങ്ങനെ പോവുക. അത്താഴം കഴിക്കുന്നു, ഇഫ്താർ കഴിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം പട്ടിണി കിടക്കുന്നു. ഇതിൻ്റെ അപ്പുറത്ത് യാന്ത്രികമായി ഭൗതികമായിട്ടുള്ള ഒരു ചടങ്ങാക്കി മാറ്റുന്ന അപ്പുറത്ത് റബ്ബുമായിട്ട് ഒരു വല്ലാത്ത കണക്ഷൻ എടുക്കാൻ ഈ സമയത്ത് നമ്മളോട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടുന്ന ഒരു സമയമാണിത്. ഇല്ല എങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ടില്ലെങ്കിൽ, ഇതൊരു വയലിലൂടെയോ ഒരു പ്രസംഗത്തിലൂടെയോ ഒരു മോട്ടിവേഷനിലൂടെ കിട്ടേണ്ടതല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണം. പടച്ചറബ് എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രമേൽ വലുതാണ്. പക്ഷെ തിരിച്ചു കൊടുത്തതെന്താ? ഖലീലമ്മാ തശ്കുറൂൻ. നിങ്ങൾ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നു എന്ന് പറയുന്ന ആ കൂട്ടത്തിലാണോ നമ്മളുള്ളത്, ഞാനുള്ളത് എന്നൊരു ചിന്തയുണ്ടാവണം. നമ്മുടെ കൂട്ടത്തിൽ വൈകല്യമുള്ള ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമ്മളെ കൂട്ടത്തിൽ വലിയ വിധത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പല വിധത്തിലുള്ള അത്തരം പ്രയാസങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തിന് അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കുടുംബത്തിൽ യാതൊരു പ്രയാസവുമല്ല. എന്നിട്ട് പടച്ചവന്റെ മുമ്പിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഒന്ന് സുജൂദിൽ കടക്കാൻ നമ്മളോട് കഴിഞ്ഞിട്ടുണ്ടോ? സുജൂദ് എന്നൊക്കെ പെട്ടെന്ന് എണീക്കുക. നമ്മൾ കുറച്ചു നേരം അധികമായി കിടന്നാൽ ഓരോട് ചോദിക്കുക, എന്താ സുജൂദിൽ എനിക്ക് പണിയെന്ന്. നമുക്ക് റബ്ബിനോട് എന്തൊക്കെ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് മനമുരുകി കണ്ണു നിറയെ പറയാൻ, ആ റബ്ബിനെ കുറിച്ച് ഓർക്കാൻ, ആ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അത്രമാത്രം നന്ദിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, നാളെ പടച്ചവന്റെ മുമ്പിൽ ഞാൻ എന്തു പറയും എന്നൊരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതാ. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു സമയത്ത് എത്രത്തോളം നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവും അറിയില്ല. ഏതായിരുന്നാലും നമ്മുടെ ഉള്ള ജീവിതം ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് ഓതുമ്പോൾ പടച്ചോനെ എന്നെ ഉൾപ്പെടുത്തല്ലേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് കഴിയണം. ദുനിയാവിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കാതെ ആഖിറത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മളോട് കഴിയണം പ്രിയപ്പെട്ടവരെ. സുഹൈബ് റൂമിയുടെ ചരിത്രം അറിയാത്തൊരാൾ ഇവിടെ ഉണ്ടാവില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ മക്കയിൽ നിന്നുണ്ടാക്കിയ താനുണ്ടാക്കിയ സമ്പത്താണ്, ഹലാലായ സമ്പത്താണ്. ഒരാളെയും വഞ്ചിച്ചിട്ടല്ല, ഒരാളെയും ചതിച്ചിട്ടല്ല, ഒരാളോട് കളവ് പറഞ്ഞിട്ടല്ല. ഹലാലായി ഉണ്ടാക്കിയ സമ്പത്തുമായി മദീനയിലേക്ക് പോകുമ്പോഴാണ് മക്കാ മുശ്രിക്ക് തടഞ്ഞു വെച്ചിട്ട്, സുഹൈബ് നിനക്ക് പോകണമെങ്കിൽ നിന്റെ ശരീരത്തിന് മാത്രം പോവാം, ഇവിടെ നിന്നുണ്ടാക്കിയതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകണം. അവിടെ കൊടുത്തു അവരെ കയ്യിൽ. വെറും കൈയോടെ മദീനയിലേക്ക് പോയി പ്രവാചകന്റെ അടുക്കൽ പോയി ഉണ്ടായ സംഭവം പറഞ്ഞപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താ? റബിഖ്ത യാ സുഹൈബ്, സുഹൈബേ നീയാണ് ലാഭം കൊയ്തത് എന്നാണ്. കച്ചവടത്തിന്റെ ലാഭം, കച്ചവടത്തിലൂടെ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കി അതെല്ലാം മക്കാ മുശ്രിക്ക് കയ്യിലേക്ക് ഇട്ടുകൊടുത്ത് വെറും കൈയോടെ വന്നിരിക്കുന്ന സുഹൈബ് റളിയല്ലാഹുവിനോട് പ്രവാചകൻ പറഞ്ഞ വാചകമാണ് റബിഖ്ത യാ സുഹൈബ്, സുഹൈബേ നീയാണ് ലാഭം കൊയ്തത് എന്ന്. ഏതാ പ്രിയപ്പെട്ടവരാ ലാഭം? ഏതാണ് ആ ലാഭം? നമ്മളിങ്ങനെ 10,000-ന്റെ കണക്ക് പറഞ്ഞ് അതിന്ന് പാർപ്പ് അങ്ങോട്ട് കൊടുത്താൽ അത് 9,000 എന്ന് പറഞ്ഞ് കണക്ക് പറയുന്ന ഒരു കൂട്ടത്തിലാ. ആഖിറത്തിലെ ലാഭം കൊയ്യാൻ പലപ്പോഴും നമ്മളോട് കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞെടുത്ത് ഫസല്ലി റബ്ബിക വൻഹർ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ബലിപെരുന്നാൾ വരുമ്പോ ഉളിയത്ത് കൊടുക്കാൻ ടൈറ്റിന്റെ കാര്യം പറയുന്ന, പ്രയാസത്തിന്റെ ഞെരുക്കം പറയുന്ന 100 കൂട്ടം കമ്മിറ്റിക്കാരോട് പരിഭവം പറഞ്ഞിട്ട് ഇപ്രാവശ്യം എന്നോട് കഴിയില്ല എന്ന് പറഞ്ഞ് പോരുന്നവളാ നമ്മള്. എന്ത് അനുഗ്രഹത്തിന് നന്ദിയാ ഞാൻ നിങ്ങൾ കാണിച്ചത്. പടച്ചോനല്ലേ നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര കാലമൊന്നും അറിയില്ല,
ഈ ജീവിതം ഇങ്ങനെ നമ്മൾ തേച്ചു മിനുക്കി നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം പൂശി നല്ലതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ലേപനങ്ങളൊക്കെ പുരട്ടി ഭംഗിയോടെ കടം കൊണ്ടുപോകുന്ന ഈ ശരീരമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആ ഡൈനിങ് ഹാളിൽ അതല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നമ്മളെ കിടത്തുന്ന ഒരു ദിവസമുണ്ട്. പിന്നെ നമ്മളെ ബെഡ്റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല, ഒരാളെയും ബെഡ്റൂമിൽ കൊണ്ടുപോയി കടത്തുന്നില്ല. എൻ്റെ ഉപ്പ, എൻ്റെ ഭർത്താവ് ഒരുപാട് ചോര നീരാക്കി അധ്വാനിച്ച വീടാണ്, അദ്ദേഹത്തിൻ്റെ റൂമാണ്. ആ കട്ടിലൊന്ന് കൊണ്ടുപോയി ആരും കടത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ ഡൈനിങ് ഹാളിലാണ്, സിറ്റ് ഔട്ടിലാണ്, ഒരു കട്ടിലിൽ. ഏത് ഒരു ശരീരത്തിന് വെക്കാനുള്ള കട്ടിൽ, 6 അടിയുടെയും 8 അടിയുടെയും കട്ടിൽ എൻ്റെ വീട്ടിലുണ്ട്. അവിടെയല്ല എന്നെ നിങ്ങളെ കടത്തുന്നത്. ഒരു ശരീരത്തിന് മാത്രം വെക്കാനുള്ള ഒരു കട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ആ കട്ടിലാണ് ഞാൻ നിങ്ങൾ കിടക്കാനുള്ളത്. പിന്നെയോ നമ്മൾ വാങ്ങിയിട്ടുള്ള വില കൂടിയ കമ്പനിയുടെ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രമൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഒരാളും വച്ചു തരുന്നില്ല. 3 കഷ്ടം നേരത്തെ കാണിച്ചതുപോലെ നേരിയിട്ടുള്ള ആ കഫൻ പുടവയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടിവെക്കുന്നത്. ഈ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ പോകുമ്പോ അലമുറയിട്ട് കരയുന്ന ഭാര്യയുണ്ട്, മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. പല ഭർത്താക്കന്മാരുടെ മരം ഉൾക്കൊള്ളാൻ കഴിയാതെ ഇപ്പോഴും മാനസികമായി ശരിയായ നിലയിലേക്ക് എത്താത്ത ഭാര്യമാരുണ്ട്. ഭർത്താവിന്റെ പെട്ടെന്നുള്ള വേർപാട് ഉൾക്കൊള്ളാൻ കഴിയാതെ മാനസികമായി ഇപ്പോഴും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് എത്താൻ കഴിയാത്ത പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോ ആ കട്ടിൽ നമ്മളെ കൊണ്ടുപോകുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന നേരത്തെ ഓതിയ സൂറ ഫജ്റിന്റെ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് വന്നടിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മിലേക്ക് കിട്ടണ ഭാഗ്യം, അള്ളാഹു സ്വീകരിക്കുന്ന മലായിക്കത്ത് സലാം പറഞ്ഞ അള്ളാഹിന്റെ അടുക്കലേക്ക് സമാധാനത്തോടെ കടന്നു പോകുന്ന ആ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ റബ്ബിനോട് ബന്ധം വിച്ഛേദിക്കാതെ റബ്ബിനോട് ബന്ധം ചേർത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ജീവിതത്തെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഖിറത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന, ദുനിയാവിന് വല്ലാതെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇഹലോകം മാത്രമാണ് എല്ലാമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടുകയും ആഖിറത്തിൽ ഉന്നത വിജയം കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇരുന്ന ഇരുത്തവും കേട്ട സംസാരങ്ങളും അള്ളാഹു നമ്മുടെ കർമ്മരേഖയിൽ നന്മയായ കനം തൂങ്ങുന്ന ഒരു അമലായി രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ സഞ്ചാരവേളയിൽ എവിടെ വെച്ച് ഏത് സമയത്ത് നമ്മൾ ഇവിടെ പറയുമ്പോഴും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനായി, മുസ്ലിമായി, മുവഹിദായി യാത്ര പറയാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അറബ് രാജ്യങ്ങളടക്കം നമ്മുടെ പ്രിയപ്പെട്ടവരുള്ള അവരെല്ലാം നമ്മുടെ നാടിന്, കുടുംബത്തിന് വേണ്ടി ആഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് വല്ലാത്ത പ്രയാസങ്ങളാണ്. റഹ്മാനായ നാഥ, എല്ലാം കാണുന്നവൻ നീയാണ്. സമാധാനം നൽകണേ റഹ്മാനെ, നിർഭയത്വം നൽകണേ നാഥ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഈ ലോകത്തെയും മുസ്ലിം സമൂഹത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.